വിവാദം വിട്ടൊഴിയാതെ വൈദേകം റിസോർട്ട്. ഇ.പി. ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഫോട്ടോയെ ചൊല്ലി വാക്പോര് രൂക്ഷമാണ്. ഫോട്ടോ വ്യാജമെന്നും അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ പ്രശസ്തനാണ് വി.ഡി. സതീശനെന്നും ഇ.പി. ജയരാജൻ തിരിച്ചടിച്ചു. അതേസമയം തന്റെ കയ്യിലുള്ള ഫോട്ടോ ഒറിജിനലാണെന്നും ഭാര്യയ്ക്ക് വൈദേകത്തിൽ ഓഹരിയുണ്ടെന്ന് ഇ.പി. സമ്മതിച്ചെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തള്ളി രാജീവ് ചന്ദ്രശേഖറും രംഗത്ത് വന്നു. ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് ഓഹരിയുള്ള വൈദേകം റിസോർട്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റ്സും തമ്മിലെ ബിസിനസ് ബന്ധമാണ് CPM-BJP ബാന്ധവമെന്ന ആരോപണത്തിന് ശക്തി കൂട്ടാൻ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. യാതൊരു ബിസിനസ് ബന്ധവുമില്ല എന്ന് ഇരുവരും ആവർത്തിക്കുന്നുണ്ടെങ്കിലും തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന് ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇ.പി. ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറും ഒരുമിച്ചിരിക്കുന്ന ചിത്രത്തെപ്പറ്റി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനെ ശക്തമായി എതിർത്ത് ഇ.പി. ജയരാജൻ രംഗത്ത് വന്നു. വ്യാജ ഫോട്ടോയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് തെളിവ് നിരത്തി ഇ.പി. വാദിച്ചു. രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീകളെ അവമാനിക്കുക, തെറിവിളിക്കുക, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിവിളിക്കുക, ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? എന്നാൽ തന്റെ കൈവശമുള്ളത് ഒറിജിനൽ ഫോട്ടോ തന്നെയെന്നും ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ചിത്രത്തെക്കുറിച്ചല്ല താൻ പറയുന്നതെന്നും വി.ഡി. സതീശൻ ആവർത്തിച്ചു. ഞാൻ പറഞ്ഞ കേസ് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുത്ത് ഞാൻ അവിടെ രേഖകൾക്ക് ഹാജരാക്കാം. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതേസമയം ഇ.പി.യുമായി യാതൊരു ബിസിനസ് ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ വി.ഡി. സതീശന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ്. ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജനങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രാറ്റജി ഇവിടെ നടക്കില്ല. അത് തെലങ്കാനയിൽ മേ ഹാവ് വർക്ക്. ഇവിടെ നടക്കില്ല, ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. CPM-BJP കൂട്ടുകെട്ടെന്ന ആരോപണത്തെ ശക്തിപ്പെടുത്താൻ കിട്ടിയ ആയുധത്തിന് ഓരോ ദിവസവും മൂർച്ച കൂട്ടുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വരെ ആരോപണം പ്രതിപക്ഷം സജീവമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.